എപ്പോഴും പുരുഷന് അധീതയായിട്ടിരിക്കണം സ്ത്രീ. പുരുഷന്മാർക്ക് അപ്പുറം വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും പുരുഷന്റെ ഒരു അരയടി താഴെ ആയിരിക്കണം സ്ത്രീ. ഞാൻ എപ്പോഴാ അറിയണേ? നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കുട്ടിയെ ഈ അണ്ടകടാകത്തില്. ഇടപ്പറയിലേക്ക് പുരുഷന്മാർ സ്ത്രീകളെ ക്ഷണിക്കുന്നതിന് എന്താ തെറ്റിന്? പശുവിനെ എരുമയെ വിളിക്കാൻ പറ്റുമോ? കുതിര കുങ്കം മേലെ കാതൽ വരുവ. അയ്യോ കുതിരയുടെ കാതൽ പണ്ടമാ. എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ സ്ത്രീകൾ പുരുഷന്റെ അടിമയായിരിക്കണം, അല്ലെങ്കിൽ അടിമയെന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത വാക്ക് പറയരുത്. രാവിലെ മുതൽ രാത്രി വരെ ഓരോ നിമിഷവും ഞങ്ങൾ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തുളസി സാറിന് പേടിയുണ്ടോ? ഏതെങ്കിലും നടി ഇന്നലെ നാളെ സാറിന്റെ പേര് പറയുന്നത് പേടിയുണ്ടോ? എല്ലാരും വിളിച്ചു രീതി പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്ത ഇല്ലാതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെ ചെറിയ വില്ലൻ വേഷങ്ങളോ ആന്റി ഹീറോ ആയിട്ടുള്ള ഇതാണ്. നടിമാരുമായിട്ടൊന്നും വലിയ ഞാൻ ബലാത്സംഗ സീനൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഫ്ലാഷ് ബാക്ക്. മകളുടെ ഒരു കൂട്ടുകാരി വീട്ടിൽ വരുന്ന ദിവസം മകൾ ഇല്ലാത്ത ഒരവസരത്തിൽ അവളുടെ മുറിയിലേക്ക് ഞാനൊന്ന് എത്തി നോക്കിയപ്പോൾ അവൾ അർത്ഥനഗ്നയായി കിടക്കുന്നത് കണ്ട് അതുവരെ മൂടി വെച്ചിരുന്ന അല്ലെങ്കിൽ അതുവരെ അമർത്തി വെച്ചിരുന്ന എൻ്റെ കാമവികാരങ്ങൾ ഉണരുകയും ആ കുട്ടിയെ പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയും തുടർന്ന് എൻ്റെ മകളത് കണ്ടുപിടിക്കുകയും തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും ഒക്കെയാണ് ആ സിനിമയുടെ കഥാസാരം. കണ്ടു നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. എന്നോട് ചോദിക്കും, ഞാൻ എൻ്റെ പീഡിപ്പിക്കപ്പെട്ടവരുടെ എൻ്റെ പേര് ഇല്ല, എൻ്റെ പേര് വരുന്നില്ല. കാര്യം എൻ്റെ സൂചിക്കകത്ത് ഈ നൂല് കയറത്തില്ല. അത് തളർന്നു കിടക്കുന്ന ഒരു നൂല, അതുകൊണ്ട് അത് പറ്റത്തില്ല. ആണോ? സത്യം. സിദ്ദിഖിന്റെ കാര്യം പറഞ്ഞു. സിദ്ദിഖിന് മുറിയിൽ ചെല്ലുന്ന ഓരോ രേഖകളുണ്ട്. അപ്പോൾ സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുക. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇത് എന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സാർ? അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റും അല്ലെങ്കിൽ ഇത്തരം ഈ ആരോപണം ഉന്നയിച്ച നടിമാരുടെ മുറിയിലേക്ക് ചെന്നില്ല, അവരങ്ങോട്ട് ചെന്നതാ. സാറ് പറഞ്ഞ ഞാൻ എന്ത് എഴുതി തരും? ആ മുറിയിൽ പീഡനം നടത്തുന്ന രേഖയുണ്ടോ? തെളിവുണ്ടോ? അപ്പോൾ തെളിവില്ലാത്തൊരു കാര്യത്തിന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റല്ലേ? വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തു. നിരപരാധിയായ ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു.